നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 അഭൂതപൂർവമായിട്ടുള്ള വളർച്ച കർമ്മമണ്ഡലങ്ങളിൽ വന്നു ചേരുവാനും സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനമാണെങ്കിലും കരാർ ജോലികളാണെങ്കിലും വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ നേട്ടമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം കൂടി പണം മുതൽ മുടക്കിയാൽ 2025 ഇതേപോലെ തന്നെ നേട്ടം ഉണ്ടാകുമെന്ന സങ്കല്പത്തോടുകൂടി വിപുലീകരിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഒരുപക്ഷെ 2023 പകുതി മുതൽ തന്നെ ഇതിനൊരു ലാഞ്ചനകളും ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു. 2024 ഇത് തുടരുവാനുള്ള തീരുമാനത്തിന് ആശ്വാസകരമായിട്ടുള്ള ഘടകങ്ങളാണ് യോഗം കാണുന്നത്. 2023 ആണ്ടിൽ വാങ്ങിയതായിട്ടുള്ള ഭൂമിയുടെ വലുപ്പം പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ടും വാസ്തുശാസ്ത്രപ്രകാരം പണിതാൽ അതൊരു കൃത്യമായി തീരുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം തന്നെ ഗൃഹനിർമ്മാണത്തിനുള്ള തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. 3-4 പ്രാവശ്യം പ്ലാനുകളൊക്കെ വരയ്ക്കുമെങ്കിൽ പോലും ആ ഒരു അന്തിമമായിട്ട് തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ വന്നു ചേരുവാനും തുടക്കം കുറിക്കുവാനും ഒരുപക്ഷെ 2024 പൂർത്തീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 2025 ചിങ്ങമാസത്തിൽ, അതായത് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലയിൽ ഗൃഹനിർമ്മാണങ്ങളെല്ലാം ദ്രുതഗതിയിലാക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. വേറെ ചിലർക്ക് നിലവിലുള്ള ചെറിയ വാഹനം വിൽപ്പന ചെയ്ത് വലിയ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം വിജയപഥത്തിലെത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമല്ല, സമൂഹത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുവാനും എല്ലാ പ്രകാരത്തിലും നേട്ടങ്ങൾ കൈവന്നു ചേരുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം ചേർന്നതായിട്ടുള്ള പാഠ്യപദ്ധതിയിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമോ ജോലി സാധ്യതകളോ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില വിദ്യാർത്ഥികളെല്ലാം വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കും. അതിനുള്ള പരിശ്രമം വിജയിക്ക് ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലായിരിക്കും പ്രവേശനം ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അല്ലാത്തവർക്ക് വേറെ ചിലർക്കൊക്കെ തന്നെ തൃപ്തിയായിട്ടുള്ള ഉപരിപഠനത്തിന് ചേരുവാനുള്ളൊരവസരം വന്നു ചേരും. പലർക്കും ഒരു വർഷം നഷ്ടപ്പെട്ടു എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതൊന്നും സാരമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സാഹസ പ്രവൃത്തികളിൽ നിന്ന് നിർബന്ധപൂർവം ഈ ഒരു വർഷത്തിൽ പിന്മാറേണ്ടതാണ്. സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളിൽ നിന്നും അബദ്ധങ്ങൾ വന്നു ചേരുവാനും വഞ്ചനകൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ആത്മനിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങൾ, ഓണക്കാലത്തിനോടനുബന്ധമായിട്ടുള്ള ഉത്സവാഘോഷങ്ങൾ, അല്ലെങ്കിൽ ഡിസംബർ മാസത്തോടുകൂടി അവധി ലഭിച്ചുകൊണ്ടുള്ള പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ, ഇവയെല്ലാം തന്നെ വളരെ ശ്രമകരമായിട്ടും മംഗളകരമായിട്ടും അനുവർത്തിക്കുവാനും എല്ലാത്തിലും ഒരു മാതൃകാപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ അവലംബിക്കുവാനും അവസരം വന്നു ചേരും എന്നതാണ് സൂചിപ്പിക്കുന്നത്. മംഗളകർമ്മങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും പണം മുതൽ മുടക്കുവാനും അതേപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കാനുമുള്ളൊരവസരത്തെ വളരെ എല്ലാവരിൽ നിന്നും ഒരു സൽകീർത്തി ഉള്ള വചനങ്ങൾ കേൾക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നാൽ പാരമ്പര്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുവർത്തിച്ചുകൊണ്ട് ജീവിതചര്യയുടെ ഭാഗമാക്കി തീർക്കുന്നതിനാൽ കുടുംബത്തിലും സമാധാന അന്തരീക്ഷം സംജാതമാകും. സമൂഹത്തിൽ നിന്നും അനുകൂലമായിട്ടുള്ള സൽകീർത്തി വന്നു ചേരും. എല്ലാ പ്രകാരത്തിലും
ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വാത രക്തദൂഷ്യജന്യങ്ങളായിട്ടുള്ള രോഗപീഠകൾക്ക് ഒരുപക്ഷെ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുവാനും പ്രകൃതി ആയുർവേദ ചികിത്സകൾക്ക് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ സ്ഥിരീകരിച്ച് കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയും സത്യസന്ധവും നീതിയുക്തമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും കൈവരുവാൻ സാധ്യതയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. യാത്രാക്ലേശം കുറവുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനോ അതിനുവേണ്ടി തയ്യാറാകുവാനോ സാധ്യതയുണ്ട്. അപരിചിതർ നിർദ്ദേശിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഒരുപക്ഷെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ തന്നെയായിരിക്കാം. എന്തായാലും ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ജീവിത പങ്കാളി പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുന്നതിൻ്റെ അവസ്ഥയിലും ഈശ്വര പ്രാർത്ഥനകളും തന്നെയായിരിക്കും ഇതിന് ഉപരിലകമായി തീരുന്നത്. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കുക, കൂടുതൽ മുറികളുള്ള വീട് വാടകയ്ക്കെടുക്കുക, അതിനൊക്കെ തന്നെ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. ചിന്തിക്കുന്ന ആശയങ്ങൾ യുക്തിബോധമുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ചിലതെല്ലാം ഒഴിവാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പോലും നിലവിലുള്ള ജോലിയോടൊപ്പം അനുവർത്തിക്കുവാനും സംരക്ഷിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പലപ്പോഴും അച്ഛന് പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വിദേശത്ത് താമസിക്കുന്നവർക്കും ദൂരദേശത്ത് താമസിക്കുന്നവർക്കും 6 മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ മുതൽ മുടക്കിനനുസരിച്ചുള്ള ഒരു നേട്ടം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മേഖലയിൽ നിന്ന് പിന്മാറുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വല്പം സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിട വരുമെങ്കിൽ പോലും രേഖാപരമായിട്ട് വാങ്ങേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി വളരെ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഗഡുക്കൾ, അതായത് വായ്പ എടുത്ത ഗഡുക്കൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുത്തു തീർക്കുന്നതിന് ഭാഗമായിട്ട് പൂർവികമായിട്ടുള്ള സ്വത്ത് ഒരുപക്ഷെ അതിൽ ചെറിയൊരു ഭാഗം വിൽക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും വളരെ നന്നായിരിക്കും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പുത്ര പൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു സമത്വ വീക്ഷണവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജീവിത ചെലവ് വർദ്ധിക്കുന്നത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനും എന്നാൽ മറ്റൊരു രാജ്യത്തിലേക്ക് പോയാൽ തത്തുല്യമായിട്ടുള്ള ഒരു ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഒരു ജോലി കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെലവിനങ്ങളിൽ സ്വല്പം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും, അതായത് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറുകൾ മുതലായവയിൽ നിന്നും പിന്മാറി പണം മുതൽ മുടക്കാതെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും മെയ് മാസം മുതൽ അതിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതിക്കും യോഗം കാണുന്നതുമുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്നത് നന്നായിരിക്കും. വേറെ ചിലർക്ക്, വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് അവിചാരിതമായിട്ടുള്ള ഉദ്യോഗം നഷ്ടപ്പെടുന്നത് വഴി
കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ പലരും നടക്കുന്ന ചർച്ചകൾക്കോ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾക്കോ ഒക്കെ തന്നെ വില കൊടുക്കാതെ എല്ലാവർക്കും നല്ലത് വരട്ടെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും സമ്മതിച്ചുകൊണ്ടുള്ളൊരു സമീപനം ഉണ്ടായിത്തീരുക തന്നെയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം ആവശ്യമില്ലാതെ ദുഷ്കീർത്തികളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഇതാണ് 2024 ആണ്ടിലെ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.